more than that, I think Samna, ആർട്ടിസ്റ്റ് പേര് പറഞ്ഞാൽ തീരില്ല. ടോട്ടലി 325 ആർട്ടിസ്റ്റ് ആയി. എന്റെ അമ്മയെ 325ഓളം ആർട്ടിസ്റ്റിനെ, അത് മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിനെ മാത്രം. ചേച്ചി കൊടുത്ത സാരിയാണ് ജാനു സത്യം, ചേച്ചിയാണ് എനിക്ക് ഈ സാരി കൊടുത്ത്. ഞാൻ എപ്പോഴും ലൈക്ക് വാഷപ്പ് പോലെ ചെയ്തിട്ടില്ല. ചേച്ചി വിളിച്ചിട്ട് എനിക്ക് കുറെ നീ എന്താ പറഞ്ഞ ജാനു ഇപ്പൊ സൂപ്പർ സ്റ്റാർ ലൈക്ക് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി. അയ്യോ സോറി അറിയില്ല. അതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കഴിവ് നമ്മൾ കാണുന്നത്. ഒരാളെ തന്നെ ഇത്ര വ്യത്യസ്തമാക്കാൻ പറ്റിയ സ്റ്റാർട്ടിങ് മുതല് ഞാൻ എപ്പോ വെടിനെ ഏതാ ടൈമില് വെടിനെ എനിക്ക് പിടിക്കാൻ വേണ്ടി ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് ജാനു ഈ രീതിയിലേക്ക് പോകണം, ഈ വരിയിലെ പോകണം, അങ്ങനെ കാണിച്ചു തരാൻ ആരും ഉണ്ടായിട്ടില്ല. കൊറോണയുടെ കറക്റ്റ് മുന്നേ, ഒരു മാസം മുന്നേ ആണ് ഞാൻ ബ്രൈഡൽ ബുട്ടിക്ക് ലോഞ്ച് ചെയ്തത്. ചിലപ്പോൾ ഓർമ്മ ഉണ്ട് ആ ടൈമില് 2021. സോ കൊറോണയുടെ കറക്റ്റ് മുന്നേ ചെയ്തിട്ട് ഫെബ്രുവരി 24 ഇനോഗ്രേഷൻ, ഫെബ്രുവരി 23 ലോക്ക്ഡൗൺ, മാർച്ച്. സോ എൻ്റെ മൊത്തം സേവിങ്സ് പോയി. പക്ഷെ ആ ടൈമിൽ സത്യം പറഞ്ഞില്ല, എനിക്ക് രഞ്ജിനി ചേച്ചി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സൂസൈഡ് ആക്കുന്ന ഒരു സ്ഥിതിയിൽ. ഞാൻ എല്ലാം രാത്രി കാണാൻ. സോ ആൾക്കാർ വിചാരിക്കുന്ന ജന്മിൻ്റെ കയ്യിലേക്ക് കുറേ ആൾക്കാർ എനിക്ക് സഹായിച്ചു, കുറേ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, കുറേ ആൾക്കാർ എനിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാർ എനിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ലൈഫ് കുറച്ച് സെറ്റായി. ആ ടൈമിൽ എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ കയ്യിലേക്ക് ഒന്നും ഇല്ലാത്ത ഉണ്ടാവില്ല. കാശുള്ളപ്പോ നമ്മുടെ കൂടെ ഉള്ളവരും ഇല്ലാത്തപ്പോ നമ്മളെ വിട്ടുപോകുന്നത്. പാരനോർമൽ ആക്ടിവിറ്റീസ് നിങ്ങൾ എത്ര വിശ്വാസം ഉണ്ടോ എനിക്ക് അറിയത്തില്ല. പാരനോർമൽ ആക്ടിവിറ്റീസ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഫ്ലാറ്റിൽ ഇറങ്ങുന്ന കാരണം അതാ. ഞാൻ 9 വർഷം താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ആലോചിക്കും 15 ആൾക്കാർ അവിടെ ഉണ്ടായി ഇൻവിസിബിൾ ആയിട്ട്. എൻ്റെ വീട്ടിൽ വന്ന് ഓരോ ആൾക്ക് രഞ്ജിനി ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ വീട്ടിലെ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ 5 മിനിറ്റ് നിങ്ങൾ താമസിക്കാൻ പറ്റത്തില്ല അവസ്ഥ. എനിക്ക് തന്നെ കേട്ടിട്ട് പേടിയാവും. കാരണം എത്ര തോച്ച് വീട്ടിലെ പുറത്തൊക്കെ പോകാൻ എനിക്കില്ല, കയ്യിലേക്ക് പൈസ ഇല്ല, മൊത്തം സേവിങ്സ് പോയി. ലോക്ക്ഡൗൺ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്ന ടൈം ഉണ്ടായി കുഴിച്ചു. കാരണം എനിക്ക് ബോധമില്ല ഞാൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്. എനിക്ക് വലിച്ച് വീട്ടിൻ്റെ പുറത്തേക്ക് എൻ്റെ ഫ്രണ്ടും കാവ്യം ഇല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു ജീവിക്കില്ല. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ക്യൂൻ ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ജാൻമോണി ദാസാണ്. ജാനുവാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങളുമായി ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ജാനു, എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ആഗ്രഹിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് ജാനുവിൻ്റെ കൂടെ ഉള്ളത്. കേരളത്തിലെ തന്നെ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ ഫേവറേറ്റ് ആകാനുള്ള കാരണം എന്താ? എനിക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, പറയണു. കാരണം ഞാൻ 2010 വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ടൈമിൽ ഒരു നല്ല ടൈമുണ്ട്. ടിൽ 2015 ഒരു നമുക്ക് നല്ല ടൈം, എല്ലാവരും തിരിച്ചു വരുന്ന ഒരു ടൈം അല്ലേ. അമലയുടെ ഫസ്റ്റ് എന്താ പറയുക മൈന ജസ്റ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് പ്രൊമോഷൻ്റെ വേണ്ടി ഞാൻ അമലയുടെ കൂടെ ഉണ്ടായി. സോ അതൊക്കെ കഴിഞ്ഞിട്ട് മൈന സൂപ്പർ ഹിറ്റായി. പിന്നെ അമലായി, രഞ്ജിനി ചേച്ചി. സോ ഈ ആ ടൈം സത്യം പറഞ്ഞില്ല നമ്മൾ കേരളത്തിൽ ആക്ച്വലി ഫാഷൻ ആയിക്കോട്ടെ മൂവി ആയിക്കോട്ടെ ഒരു ഗോൾഡൻ ടൈം ഉണ്ട്. ഒരു മൈഥിലി, നമുക്ക് അർച്ചന കബി, മിത്ര കുര്യൻ, പിന്നെ മഞ്ജു ചേച്ചി തിരിച്ചു വരുന്നേ, പിന്നെ കാവ്യജി, ഭാവന, മമത, എത്ര ആൾക്കാരെയും. ഐ നെവർ വർക്ക് വിത്ത് മീര ജസ്മിൻ, പക്ഷെ എനിക്ക് എത്ര ഇഷ്ടമാണ്. I love her. Meera Jasmine. So see, പക്ഷെ ജോർജിയേട്ടൻ ഈസ് വെരി ക്ലോസ് ടു മീ, ബ്രദർ. കാരണം ജോർജിയേട്ടനാണ് എൻ്റെ ഫസ്റ്റ് കണ്ടത്. ഞാൻ കേരളത്തിൽ വന്ന മുന്നേ ആസമീസ് മൂവി ചെയ്യുന്ന ടൈമിൽ കാണുന്നത് ജോർജിയേട്ടനാണ്, മീരയുടെ ബ്രദർ.
പക്ഷെ എൻ്റെ ഇറ്റ്സ് മൈ ബാഡ് ലക്ക്. പക്ഷെ മീര ചേച്ചിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ബിക്കോസ് ഈസ് അൾട്ടിമേറ്റ് ആക്ട്രസ് അല്ലേ. സോ ഫേവറേറ്റ് ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവും. കാരണം എല്ലാവർക്കും എന്നെ അറിയാം. ബാക്കി ആൾക്കാർ വിചാരിക്കുന്നത് ജാൻമണിക്ക് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആശ ചേച്ചി, പൂർണിമജി അനിയത്തി പ്രിയാദ് കല്യാണം ഞാനാണ് ചെയ്ത് മേക്കപ്പ്. ഞാനും ശശാങ്ക് ആ ടൈമില്. പിന്നെ ആ ടൈമില് നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. സോ നമുക്ക് ഹിന്ദി ആരാ സംസാരിക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ക്ലോസ് ആവും. പിന്നെ ആശ ചേച്ചിയായി, പിന്നെ ബാക്കി എല്ലാവരുടെ കൂടെ ഞാൻ സിമ്മ ചേച്ചി, പിന്നെ ജോമോൾ, 80s രാധ ആന്റി, അംബിക ആന്റി, ലിസി മാം ഇസ് മൈ ഫസ്റ്റ്, ഇസ് മൈ ലക്കി ചാം. കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ മേക്കപ്പ്, ഫസ്റ്റ് മേക്കപ്പ് ലിസി മാം ആൻഡ് കല്യാണി ഒരുമിച്ച്. ഇപ്പൊ ഉണ്ട് ആ മാഗസിൻ കവറിന്റെ വനിതയുടെ കവർ ഷൂട്ടിന് വേണ്ടി. കല്യാണി ആ ടൈമില് സ്കൂളിലാണ് ഐ തിങ്ക്. ലാസ്റ്റ് ടൈം ഞാൻ കല്യാണിക്ക് കണ്ടിട്ട് മീറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കല്യാണിക്ക് പറഞ്ഞിട്ടുണ്ട്. കല്യാണി പാടാൻ ആരും എനിക്ക് ഇഷ്ടമുണ്ടായില്ല. അമ്മ പിടിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യിപ്പിച്ച്. സോ ചിലപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ഒരു റെസ്പെക്ട് ആർട്ടിസ്റ്റ്, ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ടോ. പിന്നെ മോർ ദാൻ ദാറ്റ് ഐ തിങ്ക് ഷംന ആർട്ടിസ്റ്റ് പേര് പറഞ്ഞാലേ തീരില്ല. ടോട്ടലി 325 ആർട്ടിസ്റ്റ് ആയി. എന്റെ അമ്മയെ 325ഓളം ആർട്ടിസ്റ്റിനെ, അത് മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിനെ മാത്രം. അയ്യോ, ഇപ്പൊ 2010 അല്ലേ, 2010 കേരളത്തിലേക്ക് വരുമ്പം എന്തുകൊണ്ട് കേരളം അങ്ങനെ ചൂസ് ചെയ്തു? ആസാമിൽ നിന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ടോണി ഇപ്പൊ ആ കേരളയുടെ ആ ബ്യൂട്ടി ഇല്ല അല്ലേ. MG റോഡിലെ കുറെ മാറകള്, പിന്നെ അതിന്റെ ഒരു SBI ബാങ്ക്, നമ്മൾ ആ ടൈമില് പോകുന്ന റോഡ് സൈഡിലെ ചെറിയ ഷോപ്സ്, വാച്ച്, ചെറിയ ചെറിയ സാധനം, പിന്നെ മെറീൻ ഡ്രൈവ് കാണാൻ അത്ര രസമുണ്ടായി. സോ ഐ തിങ്ക് ബൈ നേച്ചർ വൈസ് ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ അതിന്റെ കൂടെ അസം കേരള വ്യത്യാസം അത്ര വ്യത്യാസമൊന്നുമില്ല. 99% ഓൾമോസ്റ്റ് സെയിം. ജസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ഫുഡ് ഓൾമോസ്റ്റ് സെയിം. ജസ്റ്റ് കോക്കനട്ട് ഓയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് സെയിം. പിന്നെ ചിലപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാ ഞാൻ 10 ജന്മത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും കഴിഞ്ഞ ജന്മത്തില സത്യം. സോ അതിന്റെ അറ്റാച്ച്മെന്റ് ചിലപ്പോൾ എനിക്ക് ഉണ്ടോ. എനിക്ക് സത്യം പറയില്ല, ഗുവാഹത്തിയിൽ എനിക്ക് എത്ര കംഫർട്ടബിൾ, അത്ര ഒരു ആത്മാർത്ഥ ഇല്ല ആസാമില്. സത്യം ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെ തന്നെയാണല്ലോ. സോ അത്ര ആത്മാർത്ഥ എനിക്ക് ഇല്ല. പക്ഷെ ഇവിടെ എനിക്ക് എല്ലാം ആൾക്കാർ ഇതേ കൂടെ ഭാഷ മാത്രം അറിയത്തില്ലാത്ത, പക്ഷെ സ്നേഹം തരാൻ വേണ്ടി ഒരു ലാംഗ്വേജിൽ ആവശ്യമില്ല. പിന്നെ ആൾക്കാർ ഐ തിങ്ക് ഓൾ ഓവർ ഇന്ത്യ എനിക്ക് ഞാൻ എല്ലാം സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് പ്ലസ് ഒരു അക്സെപ്റ്റബിൾ പുറത്തേക്ക് ഒരു ആൾക്കാർക്ക് നമുക്ക് ഒരു സ്നേഹത്തിൽ നമുക്ക് ഇരിക്കണല്ലേ, അത് ഒരു ചിലപ്പോൾ കേരളത്തിലുണ്ടോ. ഇപ്പം ഇത്രയും 300-ലധികം സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്ത ഒരാളോട് എങ്ങനെ ചോദിക്കും എന്ന് അറിഞ്ഞോളൂ. എന്നാലും ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും സെലിബ്രിറ്റീസിൽ തന്നെ? ഏറ്റവും ഫേവറേറ്റ് എനിക്ക് അങ്ങനെ ഒരാളല്ല, 4-5 ആൾക്കാരുണ്ട്. മഞ്ജു ചേച്ചി, രഞ്ജിനി ചേച്ചി, പൂർണിമ ചേച്ചി, ശ്വേത ചേച്ചി, ഭാവന, അമല, ഷംന, ലിസ്റ്റ് നീണ്ടു. പിന്നെ എത്ര മീൻസ് ഞാൻ എപ്പോഴും നവ്യ ചേച്ചി, എല്ലാം ആൾക്കാർ ലൈക്ക് ഈ ക്ലോസ് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ പറഞ്ഞില്ലുണ്ടല്ലേ. ഈ പറഞ്ഞ പേരിൽ ആദ്യം പറഞ്ഞ മഞ്ജു ചേച്ചി കൊടുത്ത സാരിയാണ് ജാനു. സത്യം ചേച്ചിയാണ് എനിക്ക് ഈ സാരി കൊടുത്ത്. ഞാൻ എപ്പോഴും ലൈക്ക് വാഷപ്പ് പോലെ ചെയ്തിട്ടില്ല, ചേച്ചി എനിക്ക് കൊടുത്ത് മഞ്ജു ചേച്ചി കൊടുത്ത സാരിയാണ്. ഞാൻ വാഷ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കൈരളിയുടെ തന്നെ നേരത്തെ ഇന്റർവ്യൂല് ജാനു പറയുണ്ടായി, ശരിക്കും മഞ്ജു ചേച്ചി സിനിമയിലൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അല്ലേ ആ ഫോട്ടോഷൂട്ടിന് ജാനു ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോ ഇത് ആരാണെന്ന് പോലും ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു മഞ്ജുജി ഇങ്ങനെയാണ് മേക്കപ്പ്. ആരാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വിളിക്കുന്ന ആരാണ്? അപ്പം എനിക്ക് പൂർണിമ ചേച്ചി വിളിച്ച് പറഞ്ഞ് ജാനു ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടോ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ചെയ്യുമോ ചോദിച്ചു.
വേറൊന്നും പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞ ചെയ്യാ സോ ഞാൻ പറഞ്ഞ ആരാ ചോദിച്ചു സോ പറഞ്ഞ ദിലീപിന്റെ വൈഫ് ആക്ടർ ദിലീപ് സോ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് അറിയില്ലല്ലോ ആരാ സൂപ്പർ സ്റ്റാർ ആരാ ഇത് എനിക്ക് സത്യം പറഞ്ഞില്ലേ ഒന്നും സാധനം അറിയത്തില്ല സോ ഞാൻ ചോദിച്ചു ഹൂ ഇസ് ദിലീപ് പുണ്യമസി പറഞ്ഞ് ജാനു my friend, okay? Okay. So you do the makeup. That's it, your job. ചേച്ചിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് പിന്നെ നമ്മളെ പോയി ഒരു നല്ല സുന്ദരി മാഗസിൻ കവറാണ് ആ ടൈമിൽ ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റൈൽ മാഗസിൻ ജസ്റ്റ് ലോഞ്ചിങ് ആണ് ഫസ്റ്റ് എഡിഷൻ ആണ് ഫോട്ടോഷൂട്ട് ഞാനും ശശാങ്ക് പോയി ബിഗ്ഗസ്റ്റ് കോമഡി നമ്മളെ ഏതാ ബ്രൈഡിന്റെ വീട്ടിലെ ലാസ്റ്റസ് ബോക്സ് ബിൻഡി ബോക്സ് മറന്നു പോയി ഒന്നുമില്ല പിന്നെ ഇവിടെ തപ്പി നോക്കി ഓരോ ലെസൻസ് കിട്ടി ആ ലെസൻസ് 2 പീസാക്കി 2 ആയി കൊടുത്ത് സോ മഞ്ജു ചേച്ചി മേക്കപ്പ് ചെയ്യാൻ പോയ കഥയാണ് പറയുന്നത് സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ശശാങ്ക് നമ്മളെ അസമീസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സോ ആ ടൈമില് സെറ്റപ്പാടില് ഞാൻ മഞ്ജു ചേച്ചിക്ക് കണ്ടിട്ടില്ല ആ ടൈമിൽ ഞാൻ വന്ന ടൈമിൽ ചേച്ചി ഇല്ലല്ലോ ഓരോ ഇന്റർവ്യൂ പോലും അറിയത്തില്ല പിന്നെ ഇപ്പോഴത്തെ പോലെ ആ ടൈമില് സോഷ്യൽ മീഡിയ ആ സാധനങ്ങൾ ഒന്നും ഇല്ല ഞാൻ യൂസ് ചെയ്യുന്ന ആ ടൈമില് 1100 ആ നോക്കിയുടെ ഫോണാണ് ചേച്ചി വന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെ മേക്കപ്പ് ചേച്ചി പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല ജാനു മേക്കപ്പിന്റെ കാര്യം എനിക്ക് പറഞ്ഞു ജാനുവിന്റെ ഇഷ്ടം പോലെ ചെയ്യ പറഞ്ഞു സോ നല്ല രീതിയിലേക്ക് ചെയ്ത് എല്ലാവർക്കും ആ ടൈമില് സെറ്റം പറഞ്ഞ ആ മേക്കപ്പ് കണ്ടിട്ടില്ല ഇപ്പൊ നമ്മള് ചിരിക്കുന്നേ കാരണം അത്ര ഹെവി എങ്ങനെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി സോ ഭയങ്കര വൈറലായി കഴിഞ്ഞിട്ട് കാരണം ആലോചിക്കോ ആ ടൈമില് വൈറൽ ആവണം മീൻസ് വിതൗട്ട് സോഷ്യൽ മീഡിയ വിതൗട്ട് ഈ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ട്വിറ്റർ ഈ സാധനങ്ങളും വന്നിട്ട് നമുക്ക് 2016-17 കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ അത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് കൂടുതൽ നമ്മൾ ഇവിടെ കയറി ആ ടൈമില് അത് വൈറൽ മീൻസ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബിഗ് തിങ്സ് അത്ര കപ്പബിലിറ്റി ഉണ്ടാവുമല്ലേ ഓരോ ആർട്ടിസ്റ്റില് സോ ഞാൻ എല്ലാവരും എന്നെ വിളിച്ച് കാരണം എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിട്ടാരെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ജാനു കൺഗ്രാറ്റുലേഷൻസ് ഈസ് സോ ബ്യൂട്ടിഫുൾ സോ ഞാൻ പുണ്യമച്ചിക്ക് ചോദിച്ചു ഞാൻ അപ്പം ചേച്ചി എന്തെങ്കിലും സീരിയൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോ സീരിയൽ പുണ്യമച്ചി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീ എന്താ ചെയ്ത് ഞാൻ പറഞ്ഞ കൂടെ സൂപ്പർ ഞാൻ പറഞ്ഞ നോക്കൂ പുണ്യമച്ചിക്ക് നോക്കൂ മാരീഡ് അല്ലേ എത്ര നന്നായിട്ട് ആ ടൈമിൽ പുണ്യമച്ചി കുറെ ബാക്ക് ടു ബാക്ക് മനോരമ ഷോ മനോരമ ലോഞ്ചിങ് അല്ലേ ആ ടൈമില് മനോരമ ന്യൂ ചാനൽ കമ്മിങ് ഇസ് ആൻഡ് വി ആർ ഷൂട്ടിംഗ് ലൈക്ക് എല്ലാ മാസത്തിലും നമുക്ക് ഒരു 10 ദിവസം മനോരമയുടെ ഷൂട്ട് ഉണ്ടാവും കാരണം ആ ടൈമിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ലല്ലോ ഞാൻ ജിജേസ് അനീഷ് രഞ്ജു ഉണ്ട് രഞ്ജു പക്ഷെ ഭയങ്കര കുറവ് മുക്തയുടെ കൂടെ കുറെ മൂവീസ് ഷൂട്ട്സ് ആണ് ഞാനും ജിജേസ് അനീഷ് 3 മേക്കപ്പ് ആർട്ടിസ്റ്റേ ഉള്ളൂ പിന്നെ പത്തനം റസീദ് സാറ് സോ ഹിസ് ഒബ്വിയസ്ലി മൂവി ആർട്ടിസ്റ്റ് ആൻഡ് ഹിസ് എ ക്യാരക്ടർ ആർട്ടിസ്റ്റ് സോ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് കുറെ നീ എന്താ പറഞ്ഞത് ജാനു ദൈവമേ സീസ് സൂപ്പർ സ്റ്റാർ ലൈക്ക് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി അയ്യോ സോറി അറിയില്ല we are just saying because she's so beautiful and so professional photographer clicking and one shot she's like okay and we are നമുക്ക് അറിയാൻ പോലെ പറ്റില്ല ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അത്ര പ്രൊഫഷണൽ അത്ര ടാലന്റഡ് ആർട്ടിസ്റ്റാണ് പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ അത്ര ഡൗൺ ടു എർത്ത് ഞാൻ ഫസ്റ്റ് ടൈം കണ്ട് ശരിക്കും പറഞ്ഞ് നമുക്ക് ഇപ്പം മഞ്ജു ചേച്ചി ലിസി മാം അംബിക ആൻറ്റി രാധ ആൻറ്റി ഈ ആൾക്കാർ ഇതേ കൂടി പിന്നെ മണിരത്നം സാറിൻ്റെ വൈഫ് സുഹാസിനി മാം പിന്നെ അനുഷ്ക ഈ അമല ഈ ആൾക്കാർ അത്ര വലിയൊരു സൂപ്പർ സ്റ്റാർസ് അല്ല എല്ലാവരും അമല ഇസ് ലൈക്ക് വെരി വി ആർ സ്റ്റാർട്ടിങ് കരിയർ ടുഗദർ പക്ഷെ ബാക്കി ആൾക്കാർ സോ സീനിയർ 80s ആർട്ടിസ്റ്റ് അംബിക ആൻറ്റി രാധ ആൻറ്റി പറഞ്ഞില്ലേ അത്ര ബിഗ് സൂപ്പർ സ്റ്റാർ ഓഫ് ദ തമിഴ് തെലുഗു ഇൻഡസ്ട്രി മലയാളം ഓൾസോ then Revati ji so these people are like I'm seeing that thrown down to earth like they are who has done everything they don't care anything എനിക്ക് അതേ തോന്നി പിന്നെ മഞ്ജു ചേച്ചിയുടെ സത്യം പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഞാൻ കുറെ പഠിച്ചു അത്ര ഇപ്പോ ചേച്ചിക്ക് ഒരു മെസ്സേജിൽ ചേച്ചി തിരിച്ച് റിപ്ലൈ തരും അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ സക്സസ് ക്വാളിറ്റി സക്സസ് ഇസ് ഡിഫറെന്റ് ബട്ട് ആസ് എ ഹ്യൂമൻ അല്ലേ നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് മഞ്ജു വാര്യർ ഐ ആം നത്തിങ് Am I correct? Correct. നമ്മൾ ആരും ഇല്ല ഇൻ ഫ്രണ്ട് ഓഫ് അംബിക ആൻറ്റി രാധ ആൻറ്റി 400-500 മൂവി ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ മുന്നേ വി ആർ നോട്ട് ഈവൻ ദർ ഇൻ ലൈക്ക് ഒരു നഗന്റെ ഒരു കോർണർ പോലെ ഇല്ല സോ ആ ആർട്ടിസ്റ്റ് നമ്മളുടെ കൂടെ എത്ര സ്നേഹം ദാറ്റ്സ് വാട്ട് ഐ എം വെരി ലക്കി
അതെ, എനിക്ക് തോന്നുന്നു ആ ഒരു ഫോട്ടോഷൂട്ടോടുകൂടി ജാൻമണി എന്നൊരു അല്ലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുതിയൊരു തലത്തിലേക്കാണ്. എത്ര സിനിമകൾ മഞ്ജു ചേച്ചിയുടെ കൂടെ ചെയ്തു? ഞാൻ ഒരു 5-6 മൂവി ചെയ്ത്. അതെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചേച്ചിയുടെ തിരിച്ചുവരല് ഫസ്റ്റ് മൂവിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഷോട്ട് ആ ഒരു മാരത്തന്റെ അതെ മാരത്തൺ അതാ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി അതെല്ലാം ഞാൻ അവിനാശിക്കെ കൊടുത്ത്. അവിനാശാണ്. So, പിന്നെ അവിനാശിക്കെ കൊടുത്തിട്ട് അറിയത്തില്ല, ബിക്കോസ് ഷൂട്ടിങ്ങിൽ ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ ട്രോൾസ് വന്ന് അത് അതെ 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 ചിലപ്പോ ബാക്കി അതെ ബാക്കി ദീസ് തിങ്സ് ഇറ്റ് വാസ് ബിക്കം ലൈക്ക് അത് ആൾക്കാർ കുറെ പറയുന്നേ, പക്ഷെ അത് ഡയറക്ടേഴ്സ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അറിയത്തില്ല എന്താണ് അതിന്റെ. പക്ഷെ ആ മാരത്തോണിന്റേത് ഭയങ്കര ഒരു മേക്ക് ഓവർ ആയിരുന്നു ചേച്ചിയുടെ അല്ലെ. ആ സെയിം ലുക്ക് വെച്ചിട്ട് എനിക്ക് സെക്ടർ അങ്കിൾ പറഞ്ഞ് എന്നും എപ്പോഴും അങ്ങനെ പോലെ സെയിം ലുക്ക് കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ജാനു ചെയ്ത ഉദാഹരണം സുജാത അല്ലെ. അതിനകത്ത് ചേച്ചിനെ ഭയങ്കര ഡള്ളാക്കിയിട്ട് അതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കഴിവ് നമ്മൾ കാണുന്നത്. ഒരാളെ തന്നെ ഇത്ര വ്യത്യസ്തമാക്കാൻ പറ്റുകയാണ്. അപ്പം ചേച്ചിയുടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എടുത്തു വെക്കുന്ന എന്തായിരിക്കും ജാനു? നമ്മൾ ഓരോ ദിവസം 24/7 ജോലി ചെയ്ത് 24 hours. ഏത് സിനിമയാണോ? അതാ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യം പറയാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ സ്വീറ്റി ബാനഡല്ലേ, സ്വീറ്റി ഉണ്ടായി നമ്മളുടെ കൂടെ. നമ്മള് എനിക്ക് ചെന്നൈ പോകണം പിറ്റേ ദിവസം. ഫസ്റ്റ് നമ്മള് ഇവിടെ എന്താ പറഞ്ഞ ഒറ്റപ്പാലമിലെ ഷൂട്ട് ചെയ്ത് ഒറ്റപ്പാലമിലെ ഷൂട്ട് ചെയ്ത് അതാ കഴിഞ്ഞിട്ട് അത് മോർണിംഗ് 6 to 12. പിന്നെ 1 മണിക്ക് പിന്നെ പാലക്കാട്ടില് വേറെ ഒരു സ്ഥലത്തില് നമുക്ക് ഈസ്റ്റേൺ മസാലയുടെ ഒരു ഷൂട്ട്, അതിന്റെ ഒരു ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 ആയി. കല്യാണിന്റെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഒറ്റപ്പാലം കല്യാൺ ജ്വല്ലറീസിന്റെ ഒരു അമിതാഭ് ബച്ചൻ ഐശ്വര്യയുടെ കൂടെ സംസാരിക്കുന്നല്ലേ ഫോണിലെ ആ ഷൂട്ട്. അത് നമുക്കൊരു 2 മണിക്കൂർ ഒരു 12-12:30 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് എത്തിയിട്ട് നമ്മൾ ഇതിന്റെ പാലക്കാട് ഒരു ബ്രാഹ്മിൻ വില്ലേജ് ഉണ്ടല്ലേ, അവിടെയാണ് നമ്മൾ ഈസ്റ്റേൺ മസാലയുടെ ഷൂട്ട്, എല്ലാം മഞ്ജു ചേച്ചിയുടെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 12 മണിക്കൂർ നമുക്കത് ഫിനിഷ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെരി ബോയുടെ ഷൂട്ട് രാത്രി മലമ്പുഴ ഡാമിന്റെ അടുത്തൊരു റിസോർട്ട് ഉണ്ടല്ലേ, അവിടെ പോയിട്ട് മൂന്നാമത്തെ ബ്രാൻഡ്. സോ 24/7. പക്ഷെ നമുക്ക് അങ്ങനെ അതന്നെ ഞാൻ പറയുന്നത്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ഇപ്പോൾ മോർണിംഗ് വിളിച്ചിട്ട് ജോലി ചെയ്യുന്ന പിന്നെ ആഫ്റ്റർനൂൺ നമുക്ക് മടുത്തെ. പക്ഷെ മഞ്ജു ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തോന്നൂല്ല. സോ അതാ കഴിഞ്ഞിട്ട് മോർണിംഗ് 6 o'clock കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും മഞ്ജു ചേച്ചി ബാക്കിലേക്ക് ഏതെങ്കിലും നമുക്ക് മാറി അറിയില്ല, ചേച്ചിയുടെ വീട്ടിലും വഴി അറിയില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ ഇവിടെ പോന്ന് ഇവിടെ കൊടുങ്ങല്ലൂർ വഴി തന്നെ ആ നോക്കി കറക്റ്റ് കൊടുങ്ങല്ലൂർ വഴി തിരിച്ച് വന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി പറഞ്ഞ എനിക്ക് ഇപ്പൊ പറയാറില്ല. എത്ര വലിയ സൂപ്പർ സ്റ്റാർ. പക്ഷെ ചേച്ചി എന്റെ കൂടെ എന്റെ കാറിലെ ബാക്കിലെ നമുക്ക് കിടക്കുന്നത് ചേച്ചിയുടെ മതിലെ ഞാൻ തലനിട്ട് ഉറങ്ങി ആലോചിക്കൂ ആ സ്നേഹം. സോ ആ ദിവസം എനിക്ക് സെപ്റ്റംബറിന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 24/2 നമ്മൾ ജോലി ചെയ്യുന്ന പിന്നെ നമുക്കൊരു ക്ഷീണമില്ല. അതെ അതെ അതെ, അത്രയും ഒരു അടുപ്പം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് മഞ്ജുചേച്ചിയുടെ ഒരു പെരുമാറ്റം കൊണ്ടുകൂടി ആയിരിക്കും അല്ലേ ജാൻ. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ജാൻമണി ദാസ് എന്ന് പറയുന്ന ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന ലോകം അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. പക്ഷെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അല്ലേ ജാനു ഇത് ഇങ്ങോട്ട് എത്താനുള്ളൊരു വഴി? എന്തായിരുന്നു സ്ട്രഗിൾസ് ഒക്കെ? അത് ഓർമ്മ വേണ്ട. കാരണം ആൾക്കാർ ഒരു സൈഡ് മാത്രം കാണത്തുള്ളൂ, ഓരോ സൈഡ് ഒരിക്കലും കാണില്ല. കാരണം എനിക്ക് സെറ്റപ്പ് പോലെ കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടോ. കാരണം നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ എപ്പോൾ വീടിനെ ഏതാ ടൈമിൽ വീടിനെ എനിക്ക് പിടിക്കാൻ വേണ്ടി ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് ജാനു ഈ രീതിയിലേക്ക് പോകണം, ഈ വഴിയിലെ പോകണം, അങ്ങനെ കാണിച്ചു തരാൻ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് വീടിന് സ്വന്തമായിട്ട് ഇത്. പക്ഷെ ലൈഫിൽ എനിക്ക് 2-3 ആള് എൻ്റെ കൂടെ ഉണ്ടായി. ഗോഡ് ഗ്രേസ് ദാറ്റ് ഈസ് ദ റീസൺ ഐ തിങ്ക് ഐ എം വെരി ഗുഡ് ഓൺ ആസ് എ ക്യാരക്ടർ വൈസ്. എനിക്ക് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അതാ ഒരു മനസ്സിലുണ്ട്. അസമിലുണ്ട ടൈമിൽ എൻ്റെ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ.
അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇവിടെ എത്തിയിട്ട് രഞ്ജിനി ചേച്ചി എനിക്ക് എപ്പോഴും ഒരു നല്ല ഗൈഡൻസ് ആയിട്ട്, പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ തന്നെ. സോ ഈ ഫാമിലീസ് ഒരു ഫാമിലി ബന്ധങ്ങളും ഉണ്ടായിട്ട് ഞാൻ എത്തും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടോ. എനിക്ക് കൊറോണ കഴിഞ്ഞിട്ട് എൻ്റെ എന്താ പറഞ്ഞ ഞാൻ കൊറോണയുടെ കറക്റ്റ് മുന്നേ 1 മാസം മുന്നേ ആണ് ഞാൻ ബ്രൈഡൽ ബുട്ടിക്ക് ലോഞ്ച് ചെയ്ത്. ചിലപ്പോൾ ഓർമ്മ ഉണ്ട് ആ ടൈമിൽ 2021. സോ കൊറോണയുടെ കറക്റ്റ് മുന്നേ ചെയ്തിട്ട് ഫെബ്രുവരി 24 ഇനോഗ്രേഷൻ, ഫെബ്രുവരി 23 ലോക്ക്ഡൗൺ, മാർച്ച്. സോ എൻ്റെ മൊത്തം സേവിങ്സ് പോയി, എല്ലാം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗണിന് കഴിഞ്ഞിട്ട് ഇവിടെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് അങ്ങനെ അനുസരിച്ചിട്ട് പാർട്ട്നേഴ്സിൻ്റെ എല്ലാവർക്കും സ്വന്തം പൈസ അല്ലേ, പോയിട്ട് വിചാരിച്ചിട്ട് അതൊരു സെറ്റിൽമെൻറ്റ് കേസ് അങ്ങനെ ഇങ്ങനെ തലവേദന. സോ ചിലപ്പോൾ ഞാൻ ആ സ്ഥലത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ജെന്വൻ ആയിട്ട് എങ്ങനെ അല്ലാക്കി നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡബിളാണ് നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ. പക്ഷെ നമ്മളുടെ ജോലി ആൾക്കാർ വിചാരിക്കുന്ന കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ട്. കാരണം എൻ്റെ ബ്രൈഡ്സ് മാക്സിമം NRI ഉണ്ട്. സോ ഈ ആൾക്കാർ ഇപ്പോൾ പുറത്തേക്ക് ഇവിടെ വന്നിട്ട് കല്യാണം ഒന്നും ചെയ്യില്ലത്തെ ആയി. സോ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ആ സെക്ഷൻ നമുക്ക് പോയി, ആ ടൈമിൽ പോയി. ഇപ്പോൾ NRI ബ്രൈഡ് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് കുറേ പോയി. എനിക്ക് 300+ വെഡിങ് എനിക്ക് ക്യാൻസലായി. സോ സേവിങ്സ് പോയി. പിന്നെ 2 വർഷം ലൈഫിൻ്റെ റൺ ചെയ്യുന്ന എല്ലാം ബുദ്ധിമുട്ടുകൾ. എനിക്കൊരു നല്ല പീരിയഡ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്ര ഒരു ഹൈപ്പിൽ എനിക്കൊരു പ്രശ്നം ഇല്ലാത്ത ഇരിക്കുന്ന ഒരാൾ നമുക്ക് എന്താ പറഞ്ഞ് ആലോചിക്ക് ഒന്നും ഇല്ലാത്ത ഒരു ആൾ എത്ര ഹൈപ്പിലിരിക്കുന്നത്. പക്ഷെ ആ ടൈമിൽ സത്യം പറഞ്ഞില്ല, എനിക്ക് രഞ്ജിനി ചേച്ചി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സൂസൈഡ് ആക്കുന്ന ഒരു സ്ഥിതിയിൽ. ഞാൻ എല്ലാം രാത്രി കടന്നെ. സോ ആൾക്കാർ വിചാരിക്കുന്ന ജർമ്മൻ്റെ കയ്യിലേക്ക് കുറേ ആൾക്കാർ എനിക്ക് സഹായിച്ചു, കുറേ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കുറേ ആൾക്കാർ എനിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാർ എനിക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ആലോചിക്കും. ഓരോ ആള് 3-4 കേസ് എൻ്റെ തലയിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിക്കും. സോ പക്ഷെ എൻ്റെ മനസ്സിലെ ഒരു ദൈവം വിശ്വാസിയാണ് ഞാൻ. ചിലപ്പോൾ എനിക്ക് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആരെയും നമ്മൾ പറ്റിച്ചിട്ടില്ല. സോ ടൈം എടുക്കും. ചിലപ്പോൾ ഇന്നെ തരാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ ദിവസം തന്നു കഴിഞ്ഞിട്ട് ഈ ആള് ലൈഫ് ടൈമിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് കൊടുത്തല്ലേ അല്ലേ. ഇപ്പൊ നമുക്ക് ലൈഫ് ജസ്റ്റ് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ലൈഫ് കുറച്ച് സെറ്റായി. അതിന്റെ മുന്നേ സെറ്റപ്പ് ആയില്ല. ഞാൻ ജസ്റ്റ് വാക്കിംഗ് ചെയ്യുന്നത് സെറ്റിൽ ചെയ്യുന്നത് സേവിങ്സ് പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ കയ്യിലേക്ക് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ മൊത്തം സേവിങ്സ് ഞാൻ ആ ബിസിനസ്സിലേക്ക് കൊടുത്ത്. പക്ഷെ ലോക്ക്ഡൗൺ പറഞ്ഞിട്ടില്ല. അത് സത്യം പറഞ്ഞില്ല, അത് ലോക്ക്ഡൗൺ ഇല്ലെങ്കിൽ ബിഗ് സക്സസ്. കാരണം ഓരോ മാസം ഉള്ളിലേക്ക് അത് പടപെട്ട് സെയിൽസ് ആൾക്കാർ പറഞ്ഞ തുടങ്ങി. ആൾക്കാർ പറഞ്ഞു അയ്യോ ഇതൊരു വേറെ വൈബാണ്. വന്ന ആൾക്കാർ തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ലാത്തൊരു സ്ഥലം. പിന്നെ ആ ടൈമിൽ എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ കയ്യിലേക്ക് ഒന്നും ഇല്ലാത്ത ഉണ്ടാവില്ല. നമുക്ക് ആ സമയം രണ്ട് തരത്തിലുള്ള മനുഷ്യരെ മനസ്സിലാക്കാനും പറ്റി. അതായത് കാശുള്ളപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും ഇല്ലാത്തപ്പോൾ നമ്മളെ വിട്ടുപോകുന്നത്. എലീന മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെ എലീന കുറച്ച് ദിവസം മുന്നേ ശ്വേത ചേച്ചിക്ക് പറഞ്ഞിട്ടുണ്ട് ജാൻബയുടെ കയ്യിലെ ക്യാഷുള്ള ടൈമിലോ ആൾക്കാർ നോക്കുന്ന. ഇപ്പോൾ ജാൻബക്ക് തിരിച്ച് സത്യം പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ താമസിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കൂടെ താമസിച്ചിട്ട് ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിപ്പോണ് ആലോചിക്ക്. ഞാൻ അതിന്റെ കഴിഞ്ഞിട്ട് പാരനോർമൽ ആക്ടിവിറ്റീസ് നിങ്ങൾ എത്ര വിശ്വാസമുണ്ടോ എനിക്ക് അറിയത്തില്ല. പാരനോർമൽ ആക്ടിവിറ്റീസ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ഫ്ലാറ്റിൽ ഇറങ്ങുന്ന കാരണം അതാ. ഞാൻ 9 വർഷം താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ആലോചിക്കും 15 ആൾക്കാർ അവിടെ ഉണ്ടായി ഇൻവിസിബിൾ ആയിട്ട്. എൻ്റെ വീട്ടിൽ വന്ന് ഓരോ ആൾക്ക് രഞ്ജിനി ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണത്? അത് നമ്മൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ വീട്ടിലെ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ 5 മിനിറ്റ് നിങ്ങൾ താമസിക്കാൻ പറ്റത്തില്ല അവസ്ഥ. അതെനിക്ക് ആൾക്കാർ തന്നിട്ടുണ്ടോ. സോ അത് വച്ചിട്ട് ഞാൻ 3.5 വർഷം ആ ഫ്ലാറ്റിൽ എനിക്ക് ലാസ്റ്റ് വാക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഫുൾ വിൻഡോ ക്ലോസ് ആക്കി ലൈറ്റ് ഓഫ് ആക്കി ഞാൻ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് അതാ ലോക്ക്ഡൗൺ പീരിയഡിൽ
എനിക്കൊരു 2022 ലാസ്റ്റ് മുതൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ ചത്ത് പോവാൻ. എൻ്റെ അസിസ്റ്റൻറ്റ് കൂടെ ഉണ്ട്, കവി പറഞ്ഞിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ അവന് ഇപ്പോൾ എൻ്റെ കൂടെ ജോലിയാണ്. അവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ, പിന്നെ എൻ്റെ ഫ്രണ്ട് ബബിൻ പറഞ്ഞിട്ട് അവൻ്റെ ഫാമിലീസ് കുറേ സഹായിച്ചു. പിന്നെ ലാസ്റ്റ് എൻ്റെ അസ്ട്രോളജർ പറഞ്ഞ് ജാൻമണിക്ക് വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നാളെ കിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥിതിയിൽ വന്നേ. കാരണം എത്ര ആൾക്കാർ വിശ്വസിക്കും എനിക്കറിയത്തില്ല. പക്ഷെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും. എൻ്റെ ഒരു ഫ്രണ്ട് മോഡലാണ്, അവന് വന്നിട്ട് പറഞ്ഞ ജാനു നീ എൻ്റെ ഈ തട്ടത്തെ പോലെയല്ലേ, പിന്നെ എന്താ ഞാൻ വന്നിട്ട് താമസിക്കാം. ഞാൻ പറയണ്ട, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ മുസ്ലിമാണ്, എനിക്ക് ഇതുണ്ട്, ലൊക്കറ്റ് എല്ലാം ഉണ്ടോ, എനിക്ക് ഒന്നും ആവത്തില്ല. പറഞ്ഞാൽ അവന് കയറി ബാത്റൂമിൽ ജസ്റ്റ് കയറി അപ്പം തന്നെ ലൈറ്റ് ബ്ലാസ്റ്റായി. എൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞു, ലാസ്റ്റ് നമുക്ക് കോമഡിയായി. ജൻബ തുറങ്ങി. പിന്നെ രാത്രി അവനക്ക് ഞാൻ പറഞ്ഞ് ഒരു ബെഡ്റൂം ഉണ്ട്, അവരെ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉറങ്ങാം, എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നീ പോയിട്ട് എൻ്റെ ബെഡ്റൂം. അവന് എൻ്റെ ബെഡ്റൂമിൽ ഉറങ്ങാൻ പറ്റില്ല, അടിക്കിന്. ലാസ്റ്റ് അവനെ ബാൽക്കണിയിലേക്ക് ഇടുന്നു രാത്രി പേടിച്ചിട്ട്. പിന്നെ രഞ്ജിനി ചേച്ചിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടോ? ചേച്ചി ഒരു എത്ര വിശ്വസിച്ചില്ലാത്ത ഒരാള്. പക്ഷെ ചേച്ചി കണ്ടിട്ട്, കാരണം ഞാൻ ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന ഷോയിലെല്ലാം ചേച്ചി എൻ്റെ അവസ്ഥ ചേച്ചി കണ്ടിട്ടുണ്ട്. ആ പോയിന്റിൽ ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലേ, കുറച്ച് ഒരു ടൈം ഉണ്ടായി നമുക്ക് സൂയിസൈഡൊക്കെ കളയും. ലാസ്റ്റ് ഈ കൊട്ടംകുളങ്കര കഴിഞ്ഞിട്ട് ഞാനും ശശാങ്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ശശാങ്ക്, പിന്നെ നമ്മൾ ട്രാൻസ്ഫോർമെൻ്റ് റിയ എൻ്റെ ഫ്രണ്ടാണ്, നമ്മൾ 3 പേരെ ചായ കുടിക്കുന്ന ടൈമിൽ ശശാങ്ക് എനിക്ക് പറഞ്ഞ്, ഞാൻ ലൈഫിൽ ഒരു കാര്യം പഠിച്ച് ജാൻവരെ പോലെ ഒരു ക്ഷമാത്തിലെ ഒരു ഇരിക്കുന്ന ഒരു ആൾ പിടിച്ചിട്ട് വേറെ ആൾക്കാരെ ഉണ്ടെങ്കിൽ എപ്പോൾ സൂയിസൈഡൊക്കെ. അയ്യോ, എനിക്ക് തന്നെ കേട്ടിട്ട് പേടിയാവും. കാരണം എത്ര തോച്ച് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാൻ എനിക്കില്ല, കയ്യിലേക്ക് പൈസ ഇല്ല, മൊത്തം സേവിങ്സ് പോയി, ലോക്ക്ഡൗൺ. വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്ന ടൈം ഉണ്ടായി കുറിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ആ ടൈമിൽ എനിക്ക് ആരോ നോക്കിയിട്ടില്ല, തിരിച്ച് ചോദിക്കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ, ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലുണ്ടല്ലേ, അവിടെ ഞാൻ 3 മാസം താമസിച്ച്. ആലോചിക്കും എൻ്റെ അവസ്ഥ. ആ 3 മാസത്തിൽ ഒരു ആൾ എനിക്ക് വന്നിട്ട് ചോദിച്ചിട്ടില്ല, ജാനു എങ്ങനെയാണ്, ബാ എൻ്റെ വീട്ടിൽ താമസിക്കുക, ഇനി പുതിയ വീട് എടുക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് സ്വന്തം വീട് വാങ്ങിച്ചിട്ട് ഈ കേരളത്തിലെ ഇപ്പോൾ 99% മേക്കപ്പ് ആർട്ടിസ്റ്റ് കാണുന്ന ആൾക്കാരുടെ മുന്നേ കള്ളത്തര പറയാൻ പറ്റില്ല, പബ്ലിക്കിൻ്റെ മുന്നേ ചിലപ്പോൾ പറയാമൊക്കെ നമ്മളിങ്ങനെ. പക്ഷെ കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അത്ര കഷ്ടപ്പെട്ട് നമ്മൾ. കാരണം ഞാൻ സഹായിച്ച്, ഞാൻ പറയില്ല. പക്ഷെ എൻ്റെ ഒരു ഹാപ്പിനെസ്സേ ഉള്ളൂ. ആ ആൾക്കാരുടെ ഫാമിലീസ് സീസൺ ഏറ്റവും സ്വീറ്റ് ശശാങ്കൻ സീസണാണ് എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്താണ്. സീസൺ എൻ്റെ മക്കള്, ശശാങ്ക് എൻ്റെ മോള്. ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പോൾ സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റ്. സീസണിക്ക് അറിയാമല്ലോ എല്ലാവരും വർക്ക് ചെയ്യുന്ന. സീസണിൽ 2 വീട് വാങ്ങിച്ച്, സ്വന്തം കാറ്. പക്ഷെ സീസണിൻ്റെ ആ സ്നേഹം എപ്പോഴും ഉണ്ടോ. സോ അതിന് പറഞ്ഞാൽ ആ 2-3 ആള് ബാക്കി എല്ലാവരും സഹിതം പറയാതെ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ. പക്ഷെ എനിക്ക് ഒരു കാര്യം, ഞാൻ ഹാപ്പി, ഞാൻ കണിച്ചു കൊടുത്ത വഴി തെറ്റല്ല. അതാണ്. നമുക്ക് ആരോ ഇല്ലെങ്കിൽ ദൈവം ഇപ്പം ആലോചിക്കും, എത്ര പ്രശ്നം കഴിഞ്ഞിട്ട് എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു ആളുടെ എനിക്ക് വീട് കിട്ടി അല്ലേ, കിടക്കുന്ന വേണ്ടി ഒരു കട്ടില്. ഞാൻ ഒരു ഫ്ലാറ്റ് 9 വർഷമായിട്ട് താമസിച്ച് ആ ഫ്ലാറ്റ് ഇൻറ്റീരിയർ ചെയ്തിട്ട് യൂട്യൂബിൽ ഉണ്ടോ ഇപ്പോൾ ഹൗസ് ടൂർ. എത്ര നല്ല രീതിയിലേക്ക് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് ആ വീട് ഒരു ദിവസം ജസ്റ്റ് 1 day 1 hour. കാരണം എനിക്ക് ബോധമില്ല ഞാൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്. എനിക്ക് വലിച്ച് വീട്ടിൻ്റെ പുറത്തേക്ക് എൻ്റെ ഫ്രണ്ടും കവിയും ഇല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ് ജീവിക്കില്ല. ആ സ്ഥിതിയിൽ ഞാൻ ഇറങ്ങി വന്ന ഒരു ആലോചിക്കുക, അത്ര സഹിച്ചിട്ടുണ്ടോ.